ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഷെഫ് വന്നിട്ട് അമ്മയാണ്. പക്ഷേ അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അമ്മയുടെ കയ്യൊക്കെയാണ് കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. വീഡിയോയ്ക്ക് വരാൻ താല്പര്യമില്ലാത്തവരെ നമ്മൾ പിടിച്ചു വരുത്തരുതെന്നാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് നമുക്ക് വിളിച്ചു വരുത്തില്ല. അപ്പം നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പോൾ അമ്മ തുടങ്ങിയിരുന്നു, സ്റ്റാർട്ട് ചെയ്തിരുന്നു. പെട്ടെന്നുണ്ടായ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര നിങ്ങൾ വേറെയുള്ള വീഡിയോസ് കാണുന്ന പോലെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. കാരണം ഒരു പണ്ടത്തെ വീടാണ്, അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നന്നാക്കിയിട്ടുണ്ട്. എന്താണ്? തക്കാളി, പച്ചമുളക്. എത്ര തക്കാളി എടുത്തുണോ? 2 ചെറിയ തക്കാളി. കുറച്ച് സൗണ്ടിൽ പറഞ്ഞാൽ കേൾക്കാം. ഞാൻ 2 ചെറിയ തക്കാളി. എത്ര പച്ചമുളക് എടുത്തിട്ടുണ്ട്? 3 പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചിരുന്നു. നമ്മൾ എന്ത് മീനും കൊണ്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്? തെക്കൻ മത്തി. തെക്കൻ മത്തി. അങ്ങനത്തെ എന്തോ ഒരു മത്തിയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അടുത്തത് നമ്മൾ ഇത്, പിന്നെ ഇത് തേങ്ങ വറുത്തരച്ചതാണ്. ഇതെങ്ങനെ വറുത്തരച്ചതെന്ന് ചോദിച്ചാൽ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, പെരിഞ്ജീരകം കേട്ടോ, ജീരകമല്ല പെരിഞ്ജീരകം. ഇത് തേങ്ങ വറുത്ത് എല്ലാം കൂടി വറുത്തതിന് ശേഷം അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റാണ് ഗൈസ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ ചട്ടി ഗ്യാസിലോട്ടേക്ക് വെക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിലുള്ള ഇതൊക്കെ വെക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ, അമ്മയുടെ കയ്യിൽ നിന്ന് കണ്ടത് സാധനം മിണ്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ അമ്മേനെ റിവീൽ ചെയ്യുന്ന വീഡിയോ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോസിൽ. പക്ഷേ അറിയാത്തവർ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം അറിയുന്നവരാണ് ഗൈസ്. അപ്പം നമ്മൾ അതിനുശേഷം എല്ലാ വീട്ടിലത്തെയും പോലെ ചോട്ടി ഉപ്പ് മിക്സി കഴുകി വെള്ളം ഒഴിക്കുക. അത് എപ്പോഴത്തെ എല്ലാ വീഡിയോസിലും ഞാൻ ചിലരുടെയൊക്കെ വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു ഗൈസ്. അതാണ് 2 വട്ടം നമ്മൾ വെള്ളം ഒഴിച്ചിരുന്നു. പിന്നെ നമ്മൾ പുളിങ്ങ അവിടെ കഴുകി വെച്ചിരുന്നു. അത് എത്ര പുളിങ്ങുണ്ട്? ഒരു നാരങ്ങയുടെ അത്ര വലിപ്പമുള്ള പുളിങ്ങ ഗൈസ്. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട, അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ മീൻകറിയിൽ നിന്ന് മീൻ തിളച്ച് ഞാൻ പറയാട്ടോ, മീൻ കറി രസം ഇല്ലെന്നൊക്കെ നന്നായിട്ട് ഞാൻ പറയും. അത് ഒഴിക്കുകയാണ് ഗൈസ് പുളിവെള്ളം. നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പുളിവെള്ളം എത്ര ഒഴിച്ചിട്ടുണ്ടാവുക? ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല ഗൈസ്. ഞാൻ എന്ത് പറയാനാണ്, ഞാൻ ഇന്നേവരെ മീൻകൂട്ട് ഉണ്ടാക്കണപ്പോഴും കണ്ടിട്ടില്ല. ഇത് പിന്നെ വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടതാണ് ഒഴിക്കുക. എത്രയാണോ നമുക്ക് കറി വേണ്ടത് അത്രയാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മളെല്ലാം ഒഴിച്ച് സെറ്റായിരുന്നു. നമ്മൾ പുളിവെള്ളം ഉള്ളത് മൊത്തം ഒഴിക്കണോ? നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് വേണ്ട അത്ര വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെ കറി വേണം. നമ്മൾ ഗ്യാസിലല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ വിറക് കത്തിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സാണ് നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ചത്. നമ്മളെ വിറക് കത്തിക്കുന്നത് ഇത് അങ്ങനെ നമ്മുടെ കറി അങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ സമയത്ത് ഉപ്പുണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. ഇപ്പം ഇതിനകത്ത് അങ്ങനെ പുളിയുടെ കുറവൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പുളിങ്ങൊന്നും ചേർത്തിട്ടില്ല. ഇത് കടന്ന് നല്ല തിളയ്ക്കുന്നുണ്ട്. നല്ല തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മീൻ ചേർക്കുമ്പോൾ കാണാം. ഗൈസ്, നമ്മൾ മീൻകറിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ക്യാബേജ് പെരി കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എന്ത് ലോല ഹൃദയമാണെന്നറിയാം ഞാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യാബേജ് മുറിച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പച്ചമുളക് നമ്മൾ അത് ഇങ്ങനെ കുഴച്ചിരുന്നു. പിന്നെ നമ്മൾ പരിപ്പിട്ടിരുന്നു, ഉപ്പിട്ടിരുന്നു, മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചട്ടിയിലോട്ടേക്ക് പോകാം ഗൈസ്. ചട്ടിയിലോട്ടേക്ക് ഫോൺ വിടാമെന്ന് നോക്കിയത് തന്നെ. ഇതിൻ്റെ അകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചിരുന്നു. എണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ കടുക് പൊട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓടും ഗൈസ്. ഓടി കടുക് വീഴും. അതിൻ്റെ ഇടയ്ക്ക് മീൻകൂട്ടാൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണിച്ച കേബേജ് പെരി ഇവിടെ റെഡി ആയിരുന്നു. നമ്മളപ്പോൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചതിന് ശേഷം തുറന്ന് വെച്ച് വേവിക്കുകയൊക്കെയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ട് നോക്കിയിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ സെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഈ മീൻകൂട്ടാൻ നോക്കാം. അവിടെ അമ്മ കാറുന്നുണ്ട്, എന്നെ വിളിക്കുന്നു. അപ്പം നമ്മൾ മീൻകൂട്ടാൻ ചുറ്റിച്ചെടുക്കുന്നത് നല്ല വറ്റിച്ച് നല്ല സെറ്റാക്കി എടുക്കുന്നു. ഇനി നമുക്ക് കൂട്ടാൻ ഇതിലോട്ടേക്ക് പാരാം. പാകം നമ്മുടെ പാത്രത്തിലോട്ടേക്ക് പാരാം ഗൈസ്. നമ്മുടെ തെക്കൻ മത്തിക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റിങ്. ഞാനാ ടേസ്റ്റർ. തരൂ, ഞാൻ സത്യസന്ധമായി മാത്രമേ പറയുള്ളൂ.
തരൂ താ ചൂട് ഇനി കറി ടേസ്റ്റ് ചെയ്യും ഗീസ്. നല്ല കറിയാണ് ഗീസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കറി കൊള്ളാം. പക്ഷെ അടിപൊളി കറിയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.